ശ്രീവക്രതുണ്ഡമഹാകായ കോടിസൂര്യസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ ശുഭകാര്യേഷു. ഭീഷ്മർ വ്യാസനും പുഴുവും തമ്മിലുള്ള സംവാദം ധർമ്മപുത്രർക്ക് വിജ്ഞാനത്തിൻ്റെ വിവിധ വശങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാസനോട് ഇപ്പോൾ പുഴുവും കഴിഞ്ഞ ജന്മത്തിൽ മനുഷ്യനുമായിരുന്ന വ്യക്തി താൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, തൻ്റെ കർമ്മം എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയ ആളുകൾക്ക്, കഷ്ടപ്പാടുള്ളവർക്ക്, ധനം ആവശ്യമുള്ളവർക്ക് ധനം കൊടുത്തിട്ട് അവരെ പിഴിഞ്ഞ് പലിശയും പലിശയ്ക്ക് പലിശയും ഈടാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മനുഷ്യരോട് ഒരു തരത്തിലുള്ള കാരുണ്യവും ദയയും ഞാൻ കാണിച്ചിരുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയിട്ടുണ്ട്. അത് അബദ്ധമാണെന്ന് എനിക്കന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രവുമല്ല, അതിഥികളെയോ മറ്റ് ജ്ഞാനികളെയോ ഞാൻ പൂജിച്ചിരുന്നുമില്ല. അങ്ങനെയും കൂടി ഒരു തിരക്കേട് പറ്റിയിട്ടുണ്ട്. അതിഥികൾ വന്നാൽ അവിടെ താമസിക്കാൻ സമ്മതിക്കാറില്ല. കാരണം പണം അവർക്ക് വേണ്ടി പണം ചിലവാക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ടും എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് വകകൾ എടുത്ത് ചിലവാക്കി അവരെ അവരുടെ ആഗ്രഹമനുസരിച്ച് പൂജിക്കേണ്ടി വരുമല്ലോ എന്നും വിചാരിച്ചിട്ട് അതിഥികളെ കയറ്റാറുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സഹായം ഞാൻ ആർക്കെങ്കിലും ചെയ്തിരുന്നതായി അങ്ങനെയും ഓർമ്മയിൽ ഇല്ല. ആകെ ഞാൻ ഒരു സത്കർമ്മം ചെയ്തിട്ടുള്ളത് അമ്മയെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചിരുന്നു. അക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള മടിയുമില്ലായിരുന്നു. അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു. വാർദ്ധക്യത്തിൽ അമ്മയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ വലിയ ജാഗ്രത ഞാൻ പരിപാലിച്ചു പോന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ പുഴുവിൻ്റെ ജന്മത്തിലും പൂർവ ജന്മസ്മരണ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകും എന്ന് എന്നോട് അവസാനമായപ്പോഴേക്കും, ജീവിതത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഭാര്യയും മക്കളും എല്ലാം എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ എന്നെ കാണാനൊരു മുനി വന്നിരുന്നു. ഇനിയിപ്പോൾ അത് അങ്ങോ മറ്റേ ആയിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാനങ്ങനെ ഭാര്യയും മക്കളൊക്കെ ഉപേക്ഷിച്ച ഒരാളെ കാണാൻ അങ്ങനെ പോകാറില്ല. ഞാൻ തന്നെ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ പറഞ്ഞു വന്നാൽ ഞാൻ വനിതാ കമ്മീഷൻ്റെ മുമ്പിൽ ചെന്നുപെടും. ഇപ്പം അംബികയും അംബാലികയും വ്യാസൻ ഗവനിച്ച്, അതാണല്ലോ വ്യാസൻ്റെ ആദ്യത്തെ ഭാര്യമാരെ. അവർ പുനർഭൂക്കളാണെങ്കിൽ തന്നെയും, നേരത്തെ അവർ വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ തന്നെയും അദ്ദേഹം അവരോ അവരിലുണ്ടായ പുത്രന്മാരെയോ അദ്ദേഹം ഗവനിച്ചില്ല. സ്വന്തം പുത്രന്മാരെ, വിചിത്രവീര്യൻ തുടങ്ങിയിട്ടുള്ളവരെയും അദ്ദേഹം ഗണിച്ചിരുന്നില്ല. സഹോദരന്മാരാണല്ലോ അവർ. സത്യവതിയുടെ മക്കൾ എന്നുള്ള നിലയിൽ വിചിത്രവീര്യനും ചിത്രാംഗതനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെയാണ്. അവരെയും ഗണിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വിചിത്രവീര്യന് രാജയക്ഷ്മാവ് പിടിപെടാതെ ശ്രദ്ധിക്കാമായിരുന്നു. നേരത്തെ കൂട്ടി പറഞ്ഞ ഇവന് രാജയക്ഷ്മാവ് പിടിപെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, ക്ഷയരോഗം. അതുകൊണ്ട് അതിനുള്ള ചില മരുന്നുകളൊക്കെ ഞാൻ നിർദ്ദേശിച്ച് തരാം എന്ന് പറഞ്ഞ് പലപ്പോഴും ആവശ്യങ്ങൾക്കും ചിലപ്പോൾ അത്ര ആവശ്യമില്ലാതെയും കൊട്ടാരത്തിൽ ചെല്ലുന്ന വ്യാസൻ
ഇദ്ദേഹത്തിന് രാജയക്ഷ്മാവായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് ഗവനിക്കാതെ പോന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഭാര്യയെ സംരക്ഷിക്കുന്ന കാര്യത്തിലും മക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അദ്ദേഹം വേണ്ടത്ര ഔത്സുക്യം പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു. പിന്നെ ഒരു ഭാര്യ വന്നത്, അങ്ങനെ ഒരു ഭാര്യയുമല്ല അവർ, അത് ഘൃതാജിയായിരുന്നു. അവർ ആരുടെ എല്ലാം ഭാര്യമാരായിരുന്നു എന്നുള്ളതിൻ്റെ കണക്ക് അവരുടെ തന്നെ ഇല്ല. കാരണം സ്വർഗത്തിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ അവർ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഒരിക്കൽ വ്യാസൻ്റെ ഭാര്യയുമായി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഭാര്യയില്ല. പിന്നെ ചില ആളുകൾ ധരിച്ചു വച്ചിരുന്നു വടിക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വടിക എന്ന് പറഞ്ഞ എന്തായാലും ഒരു ഭാര്യ ഇല്ല, അതെന്തോ ഇംഗ്ലീഷ് വായിച്ച് കുഴപ്പത്തിലായതാണ്. വാടിക എന്ന് പറഞ്ഞിട്ട് ആരാമത്തെ പോലെ സുഗന്ധിതയും സുന്ദരിയും ആയ ഒരു സ്ത്രീ അദ്ദേഹത്തിന് ഭാര്യയായിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നെ വാടികയെപ്പോലെ ആരാമത്തെ പോലെ ഇരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ വാടിക എന്നുള്ളത് ഇംഗ്ലീഷിൽ ഏതോ ഒരാൾ വായിച്ചിട്ട് അത് വടിക എന്നാക്കി. വടിക എന്ന് വെച്ചാൽ മരുന്ന് ഗുളിക, അതിനാണ് വടിക. അത് തന്നെയാണ് വടകം. ഒരു തരത്തിലുള്ള വടകങ്ങളുണ്ടല്ലോ, ആ വടകം തന്നെയാണ് ഈ വടിക. പിന്നെ കായില്ലാതെ വേണമെങ്കിൽ ചിലരുടെ നേരെ പ്രയോഗിക്കാം, അപ്പോൾ അത് വടിയായിരിക്കും. തലക്കിട്ട് നല്ല മെഴ കൊടുക്കാൻ നല്ലതാണ്. ചില ആളുകൾക്ക് അത് കിട്ടിയേ കഴിയൂ. അതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഭാര്യമാരുണ്ടായിരുന്നതായി മഹാഭാരതത്തിലോ പുരാണങ്ങളിലോ പരാമർശങ്ങളൊന്നുമില്ല. ഇനി വേണമെങ്കിൽ എഴുതി ചേർക്കാവുന്നതാണ്. കാരണം ഇതെല്ലാം പിന്നീട് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം പിന്നീട് ഓരോരുത്തരായി എഴുതി ചേർത്ത് അങ്ങനെ വന്നിട്ടുള്ളതാണ്. എഴുതിയ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ആരും എഴുതിയില്ല. ഇതിങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ വന്നു എന്നുള്ളതല്ലാതെ എഴുതിയ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന വളരെ സുഖകരമായ ഒരു നിഗമനം ഉള്ള സ്ഥിതിക്ക് ഇനിയും ആർക്കെങ്കിലും വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭാര്യയും മക്കളെയും ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഭാര്യയും മക്കളും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വ്യാസനെയും കൂടി ബാധിക്കുന്ന കാര്യമാകയാൽ അത്തരം ഒരു രംഗം വന്നപ്പോൾ, സന്ദർഭം വന്നപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ചോദിക്കാൻ അദ്ദേഹം തുനിഞ്ഞില്ല. പിന്നെ ആകെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്, കാണാതിരിക്കാൻ വയ്യാത്ത ഒരു മകനുണ്ടായിരുന്നത് ശ്രീശുകനാണ്. ശുകനാകട്ടെ ഇദ്ദേഹത്തെ ഗവനിച്ചതുമില്ല. അപ്പം അനുഭവങ്ങൾ പോകുന്ന പോക്ക് വ്യാസനാണെന്ന് പറഞ്ഞാലും അനുഭവങ്ങളുടെ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ദാക്ഷിണ്യമില്ലാതെ വളരെ നിർദാക്ഷിണ്യമായി, ഈ ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല എന്ന് പറഞ്ഞതുപോലെ നിർദാക്ഷിണ്യമായി വ്യാസൻ്റെ പുറത്തുകൂടിയും വിധി അങ്ങ് ഉരുണ്ടു പോവുകയാണ് ചെയ്തത്. ആ പുത്രൻ ആ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാകുന്നത് ഗദ്ഗദകണ്ഠനായിട്ടാണ് അദ്ദേഹം നോക്കിക്കൊണ്ടു നിന്നത്. ശ്രീശുകൻ്റെ ഉദ്ഗതി അത് ലോകസാഹിത്യത്തിൽ തന്നെ വളരെ അത്യപൂർവമായ ഒരു രംഗത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായി. അപ്പോഴാണ് അദ്ദേഹം വളരെ വ്യഥയോടുകൂടി, തകർന്ന ഹൃദയത്തോടുകൂടി, അശ്രുപൂർണ്ണ ആകുലേക്ഷണനായി അദ്ദേഹം മകനെ നോക്കിയിട്ട് ഹേ പുത്ര എന്ന് വിളിച്ചു. മറ്റേ ആശാൻ ഇതൊന്നും കേട്ടില്ല. ഈ ആശാൻ നേരെ തന്നെ സ്വർഗത്തിലേക്ക് മോക്ഷപ്രാപ്തനായി ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുത്ര എന്നുള്ള വിളിയൊന്നും അദ്ദേഹം കേട്ടതേയില്ല. അപ്പോഴാണ് ചുറ്റിനുണ്ടായിരുന്ന മരങ്ങൾ, ബദരിയാശ്രമത്തിലെ ബദരവൃക്ഷങ്ങൾ അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിച്ച് ഗദ്ഗദ കണ്ഠരായത്. ഇത് നമുക്ക് നേരത്തെ നാം പഠിച്ച അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞ ഈ ചവന കഥയിലെ ഹൃദയബന്ധം ചവന കഥയിലെ ഇവിടെ മൃഗങ്ങളും സസ്യങ്ങളുമാണ് വ്യാസനെ അച്ഛനെ പോലെ കരുതിയതെങ്കിൽ മരങ്ങളാണ് ഇവിടെ. ചവന കഥയിലെ മീനുകളാണ്, ജലജീവികളാണ്. അദ്ദേഹത്തോട് വലിയ സൗഹൃദം കാണിച്ചത് ജലജീവികളായിരുന്നു. ഇവിടെ അച്ഛനുമായിട്ടുള്ള ബന്ധമാണ്, അച്ഛനോടുള്ള ബന്ധമാണ് ഇവിടെ വൃക്ഷങ്ങൾക്കും ലതകൾക്കുമൊക്കെ ഉണ്ടായിരുന്നത്. ഇതുകൊണ്ടാണ് ഇത് കേവലമായ ഒരു മനുഷ്യകഥയല്ല എന്ന് പറയാനുള്ള കാരണം. പ്രപഞ്ചത്തിലുള്ള
ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതിലിങ്ങോട്ട് എടുത്താൽ ഭൂമിയിലുള്ള സകല പ്രകൃതി വസ്തുക്കളുടെയും കഥയാണ്. പ്രകൃതി വസ്തുക്കളും മനുഷ്യരും തമ്മിൽ ഇടപെട്ട് ജീവിക്കുന്ന മഹനീയവും അതേ സമയത്ത് തന്നെ ദുഃഖാകുലവുമായ ജീവിതത്തിൻ്റെ സംതപ്തമായ കഥയുടെ മനോഹരമായ ബൃഹദാഖ്യാനമാണ് മഹാഭാരതം നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞു മീനുകൾ ചെന്നിട്ട് ച്യവനൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പ്രദക്ഷിണം വയ്ക്കുന്നതായും അവ ചെന്ന് അദ്ദേഹത്തെ സ്പർശിക്കുന്നതായൊക്കെ വർണ്ണിക്കുന്നു. എല്ലാ ദിവസവും ചെന്ന് അദ്ദേഹത്തിന് ഉമ്മ കൊടുത്തിട്ട് പോകുന്ന സാമാന്യം വലിയ മീനുകൾ ചെന്നിങ്ങനെ ഒന്ന് ചിലരുടെ മുഖത്തായിരിക്കും, ചിലർ ചുണ്ടിലായിരിക്കും, ചിലർ നെറ്റിക്കായിരിക്കും, ചിലർ ശരീരത്തിലായിരിക്കും, ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് പോകുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ ഉമ്മ വെച്ചു എന്ന് തോന്നത്തക്ക വിധത്തിൽ ചെന്ന് അദ്ദേഹത്തെ സ്പർശിക്കുന്ന ജലജീവികൾ. ഇവിടെ അതേസമയത്ത് വ്യാസൻ്റെ ആശ്രമത്തിൽ സംഭവിക്കുന്നത് അവിടുത്തെ വൃക്ഷങ്ങളും ലതകളുമാണ് അദ്ദേഹത്തെ പിതാവിനെ പോലെ കരുതിയത്. ഇതായിരിക്കണം ശാകുന്തള രചനയിൽ ഈ മുല്ലവള്ളി, മാൻകിടാവ് ഇവരോടൊക്കെ സഹോദര ബുദ്ധിയ ശകുന്തള പെരുമാറി എന്ന് വർണ്ണിക്കാൻ ദുഷ്യന്തനെ പ്രേരിപ്പിച്ചത് ഈ മഹാഭാരതത്തിൻ്റെ എന്താണെങ്കിലും നിത്യേന മഹാഭാരതം പാരായണം ചെയ്തു എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലാണ് കാളിദാസൻ്റെ നാടകങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ രഘുവംശവും. അല്ല, ഈ ഹൃദയബന്ധത്തിൻ്റെ തന്നെ അത് വൈക്ലഭ്യം, സ്നേഹാത്, സ്നേഹോദിതം കുണ്ഠിതം, സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന കുണ്ഠിതം. വൈക്ലഭ്യം മമ താവത് ഈദൃശമോ സ്നേഹാദരണ്യൗകസ പീഡ്യന്തേ ഗൃഹണ കഥം തനയാ വിശ്ലേഷ ദുഃഖൈർനവൈ എന്നാ. അപ്പം ഇതെല്ലാം ശാകുന്തളം വായിക്കുമ്പോൾ നമ്മെ വളരെ ഉന്മഥിക്കുന്ന രംഗങ്ങളാണ് സൃഷ്ടിക്കുന്നതെങ്കിലും ഇതിൻ്റെ എല്ലാം പരമാചാര്യൻ ആ മഹാഭാരതത്തിൽ കിടക്കുന്നു. വ്യാസനാണ് അദ്ദേഹത്തിൻ്റെ കാവ്യകലയിൽ അദ്ദേഹത്തിൻ്റെ പരമാചാര്യൻ വ്യാസനാണ്. കാളിദാസൻ വ്യാസൻ്റെ വിനീത ശിഷ്യനുമാണ്. എന്നാൽ വാൽമീകിയിൽ നിന്ന് കുറച്ചുകൂടി അനുകരിക്കാൻ എളുപ്പം വാൽമീകിയാണ്. പക്ഷേ രാമായണത്തിൽ നിന്ന് അദ്ദേഹം അങ്ങനെ കൂടുതൽ ആശയങ്ങൾ കടമെടുക്കുകയോ വർണ്ണനകൾ കടമെടുക്കുകയോ ഒന്നും ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എടുത്തു പറയത്തക്ക ഉദാഹരണമില്ല. ആകെ പറയുന്നത് ജനകതനയാ സ്നാന പുണ്യേതകേഷു സ്നിഗ്ധഛായാ തരിഷു സതിം രാമഗിരിയാശ്രമേഷു. മേഘസന്ദേശം, മേഘദൂതത്തിൽ എന്നിങ്ങനെ പറയും. ഇയാൾ അവിടെ ഈ രാമഗിരി ആശ്രമത്തിലുള്ള ചെറിയ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ അവിടെ ശ്രീരാമനും സീതയും താമസിച്ചതിൻ്റെ ഓർമ്മയാണ്, ആശ്രമം കെട്ടി പാർത്തിരുന്നതിൻ്റെ ഓർമ്മയാണ് എപ്പോഴും അയാളുടെ ഭാവനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില പരാമർശങ്ങളല്ലാതെ രാമായണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാവ്യബിംബം അങ്ങനെ തന്നെ എടുത്ത് പ്രയോഗിക്കുകയോ ഏതെങ്കിലും ഒരു വൈകാരിക അനുഭവത്തിൻ്റെ പാടലകോമളമായ ഒരു അനുഭൂതിയുടെ സാന്ദർഭികമായ പ്രതിപാദനം, വർണ്ണന, ആഖ്യാനം അങ്ങനെ തന്നെ എടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതിനും ഉദാഹരണങ്ങൾ എടുത്തു കാണിക്കാൻ കാളിദാസൻ്റെ കൃതികളിൽ ഇല്ല. അപ്പോൾ കാവ്യകലയിൽ, വർണ്ണനയിൽ, രചനയിൽ, കാവ്യബിംബങ്ങളിൽ ഒക്കെ കാളിദാസൻ വ്യാസനോട് രചനാപരമായി ആധമർണ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം വർണ്ണനകൾ. അല്ലാതെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ശകുന്തള എന്ന ഒരു യുവതിക്കും ആ ശകുന്തള എന്ന യുവതിയുടെ കൂടെയുള്ള തോഴിമാർക്കും, ആ തോഴിമാരൊന്നും മഹാഭാരതത്തിൽ ഇല്ലാത്തവരാണ്. ശാകുന്തളം കഥ മഹാഭാരതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ രണ്ട് തോഴിമാർ മഹാഭാരതത്തിലില്ല. അനസൂയ, പ്രിയമതമാർ. അവർക്കും ആശ്രമത്തിലെ വൃക്ഷങ്ങളോടും ലതകളോടും ആശ്രമത്തിലെ ജീവികളോടും പ്രത്യേകിച്ച് മൃഗങ്ങളോടും മാനുകളോടുമൊക്കെ അങ്ങനെ ഒരു സ്നേഹ വായ്പ്, സ്നേഹ ആധിക്യം തോന്നാൻ മറ്റ് കാരണങ്ങളൊന്നുമില്ല.
പിന്നെ ശകുന്തള വിട പറഞ്ഞ് പോകുന്ന സമയത്ത് ഈ മാൻകിടാവ്, ഗർഭിണിയായ മാൻകിടാവ് പ്രസവിച്ചാൽ ആ വിവരം എന്നോട് മൊബൈലിൽ വിളിച്ചു പറയാൻ മടിക്കരുത് എന്നും കൂടി സഖിമാരെ ചുമതലപ്പെടുത്തിയിട്ടാണ് അവർ പോകുമ്പോഴാണ് സഖിമാർ ചോദിക്കുന്നത്, ഞങ്ങളെ നീ ആരുടെ കയ്യിൽ കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ച് 3 പേരും കരയുന്ന കരച്ചിലൊക്കെ സംഗതി വളരെ സെൻറ്റിമെൻ്റൽ ആണെങ്കിൽ തന്നെയും അത്രയും വികാരലോലത കുമാരസംഭവത്തിലില്ല. ഇത് നാടകം. അതാണ് എൻ്റെ സംഗതി. ഇത് നാടകമായതുകൊണ്ട് സാധാരണ വന്ന് കാണാനിരിക്കുന്ന ഈ സാധാരണക്കാര് ജനങ്ങളെ ആകർഷിക്കത്തക്ക വിധത്തിലും അവരുടെ ഹൃദയവുമായി കഥാപാത്രങ്ങൾക്ക് സംവാദം ഉണ്ടാകത്തക്ക വിധത്തിലുമുള്ള ലോലമായ വികാരങ്ങളെടുത്ത് അവരെ പൂശിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി ഓരോ സമയത്തും. പിന്നെ അവസാനത്തെ അംഗത്തിലാണ് അങ്ങനെ അല്ലാത്ത രംഗം വരുന്നത്. അപ്പോൾ അത് ആളുകൾ എഴുന്നേറ്റ് പോകുമായിരിക്കും ആ സമയത്ത്. അതായത് ചതുർത്ഥാംഗ ചാവുകൾ 4ാമത്തെ അംഗം മാത്രമേ ഉള്ളൂ കൊള്ളാവുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ചൈരിവലത്തെ തലമുടിയായിട്ട് ഈ ശകുന്തള വളർത്ത ഇല പോലെ ഇരിക്കുന്ന ശകുന്തള വന്ന് നിൽക്കുന്നതിലൊന്നും അന്നത്തെ ജനങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല, ഇന്നത്തെ ജനങ്ങൾക്കും താല്പര്യം. ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ കാളിദാസൻ വ്യാസനിൽ നിന്ന്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാസനിൽ നിന്ന് അല്ലെങ്കിൽ മഹാഭാരതത്തിൽ നിന്ന് പൊക്കിയതാണ്. കുമാരസംഭവത്തിലുമില്ല, അത്ര പോലുമില്ല രഘുവംശത്തിൽ. അതിലൊക്കെ വളരെ സാന്ദ്രമായ, നിബിഡമായ, ഗംഭീരമായ, ആഴം വെളിപ്പെടുത്താൻ ആകാത്ത തരത്തിലുള്ള മഹേച്ഛന്മാരായ വ്യക്തികളുടെ അതിസാന്ദ്രമായ വികാരങ്ങളുടെ നിശബ്ദതയും മൂകതയുമാണ് നാം ഇവിടെ കാണുന്നത്. അതിങ്ങനെ കിടന്ന് ഈ പിന്നെ തീരത്ത് വന്ന് തിരമാലകൾ അടിക്കുന്നത് പോലെ അടിച്ച് ബഹളമുണ്ടാക്കി വായിക്കുന്നവനെ ആകർഷിക്കുകയോ അലോസരപ്പെടുത്തുകയോ ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് രഘുവംശം. ഈ നിജകാന്താമൃതി കണ്ടു ഖിന്നനായി അജപൗത്ര ഭവാനുമെത്തുമേ ഭജമാനൈക വിഭാവ്യമി പദം എന്ന് പറയുന്ന ഈ ഇന്ദുമതിയുടെ വിയോഗം ഒക്കെ അത്യന്തം കഠിനവും ദുസ്സഹമായ ദുഃഖം കൊണ്ട് സാന്ദ്രവുമാണ്. പക്ഷെ എന്നാലും അതൊന്നും നമ്മെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കയറി മതിക്കുന്നില്ല. കാരണം അതിൻ്റെ ഗാംഭീര്യം വിട്ടുപോകാതെ, അതിൻ്റെ ആഴത്തിന് ന്യൂനത തട്ടാതെ വർണ്ണിച്ചിരിക്കുകയാണ്. അല്ലാതെ അതിനൊന്നും ലോലമായ വികാരങ്ങളാക്കി അദ്ദേഹം മാറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് ഒരു പരിധിയിൽ കവിഞ്ഞ് ആളുകൾ വായിക്കുകയും രസിക്കുകയും ചെയ്യാതിരുന്നത്. അതിൻ്റെ ആഴം അളക്കാൻ വയ്യാത്ത അമേയമായ ആഴത്തിൻ്റെ അടിത്തട്ടിൽ നിശബ്ദമായി സ്ഥിതി ചെയ്യുന്ന മഹാശയന്മാരുടെ വദാന്യഭാവമുള്ളവരുടെ ഉദാത്തമായ വികാരങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്തിരുന്നത്. അത് മുഖത്തേക്ക് വരികയില്ല. ഇപ്പോൾ ശ്രീരാമൻ്റെ മുഖത്ത് ഒരു തരത്തിലുള്ള വികാരമുണ്ടായാൽ തന്നെ ഒരു തരത്തിലുള്ള വികാരങ്ങളും പ്രതിഫലിക്കുകയില്ല. ആ ഗാംഭീര്യത്തിന് ഒരു കോട്ടവുമില്ലാതെ അദ്ദേഹം സിംഹാസനത്തിലിരുന്നുകൊണ്ട് നിർദ്ദയമായി തൻ്റെ കർമ്മപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കും. ദണ്ഡനീതിയിൽ ഒരു തരത്തിലുള്ള ലാഘവ ബുദ്ധിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് രഘുവംശത്തിൽ ശ്രീരാമനെ വർണ്ണിക്കുമ്പോൾ അതുപോലെ തന്നെ രാമായണത്തിൽ നിന്ന് കാളിദാസൻ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വരുത്താതെ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പൊടിക്കൈകളൊന്നും അദ്ദേഹം അവലംബിച്ചിട്ടില്ല. ഈ പൊടിക്കൈകളെല്ലാം വരുന്നത് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലാണ്. എന്നാൽ മേഘദൂതത്തിലുണ്ട് താനും. മേഘദൂതത്തിൽ സ്വീകരിച്ച വിഷയം അത്തരമായതുകൊണ്ടാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഒരു ദിവസം മാത്രമേ ആ ഭാര്യ യക്ഷനും യക്ഷിയും കൂടി താമസിച്ചിട്ടുള്ളൂ.
ഇദ്ദേഹം യക്ഷന്മാരുടെയും രാക്ഷസന്മാരുടെയും നേതാവായിരുന്നു. കുബേരൻ രാക്ഷസന്മാരുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാവണൻ പ്രാപ്തനായി വന്നപ്പോൾ അദ്ദേഹത്തിന് യുദ്ധ വൈദഗ്ധ്യവും പ്രായപൂർത്തിയും വന്നപ്പോൾ അദ്ദേഹം ഓടിച്ചു കളഞ്ഞു. പിന്നെ യക്ഷന്മാരുടെ മാത്രം നേതാവാവുകയാണ് ഉണ്ടായത്. ചെന്ന് ബ്രഹ്മാവിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ എന്നെ എൻ്റെ രാജ്യത്ത് നിന്ന് ലങ്കയിൽ നിന്ന് എൻ്റെ അനുജൻ അങ്ങയുടെ വരങ്ങൾ കൊണ്ട് ബലം സമ്പാദിച്ച എൻ്റെ അനുജൻ വന്ന് എന്നെ ഓടിച്ചു കളഞ്ഞു. ഞാനിനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് അയാളെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ നിവർത്തിയില്ല. അങ്ങയുടെ വരത്തിൻ്റെ കഠിനമായ ബലം കൊണ്ട് അയാൾ അജയ്യനായി തീർന്നിരിക്കുന്നു. എനിക്ക് രാജ്യവുമില്ലാതെയായി. എൻ്റെ ഞാൻ പിന്നീടിപ്പോൾ എയർലൈൻസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പുഷ്പവിമാനവും അയാൾ പിടിച്ചെടുത്തു. അപ്പോൾ സഞ്ചരിക്കാൻ നിവർത്തിയില്ല. എൻ്റെ സഞ്ചാരവും മുട്ടി. അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇദ്ദേഹം താമരപ്പൂവിനകത്താണല്ലോ പുള്ളി ഇരിക്കുന്നത്. വെളുത്ത താമരപ്പൂവിനകത്ത് മഞ്ഞ അല്ലിക്കകത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ താമരപ്പൂവിൻ്റെ വെളുപ്പിനെയും അധക്കരിക്കത്തക്ക വിധത്തിലുള്ള നല്ല പല്ലുകൾ കാണിച്ച് ഒന്ന് ചിരിച്ചിട്ടൊന്നും മിണ്ടാതിരുന്നു. കാരണം അബദ്ധം പറ്റി കിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം. ഇതിന് മറുപടി ഒന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞു, അതിനൊക്കെ പരിഹാരമുണ്ട്, തൽക്കാലത്തേക്ക് നീ അതൊക്കെ സഹിക്കുക. നിനക്ക് ഞാനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. ഗന്ധമാദനം എന്നൊരു സ്ഥലമുണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ. ഹിമാലയത്തിൽ നിന്ന് കുറേ അകലെയാണ്, എന്നാലും അത് ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലായി വരും. ആ ഗന്ധമാദനത്തിൻ്റെ അവിടെ കനകദ്വാരം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ കനകദ്വാരം കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ ദ്വാരം വഴി അങ്ങോട്ട് ചെല്ലുമ്പോൾ അതെല്ലാം സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വെറുതെ കല്ലാണ്. അതുകൊണ്ടാണ് അതിന് കനകദ്വാരം എന്ന് പേര് വന്നത്. കനകദ്വാരങ്ങൾ ഇപ്പോഴുണ്ടോ എന്ന് പറഞ്ഞുകൂടാ. കനകദ്വാരം കടന്ന് അങ്ങോട്ട് ചെന്നാൽ പിന്നെ വലിയ തടാകങ്ങളാണ്, ഗംഭീരമായ തടാകങ്ങൾ. അവിടെ ധാരാളം പുഷ്പങ്ങൾ, ലോകത്ത് ലഭ്യമല്ലാത്ത തരത്തിലുള്ള ധാരാളം പുഷ്പങ്ങൾ എപ്പോഴും വിടർന്നു നിൽക്കുന്ന, എല്ലാ ദിവസവും നിറയെ വിടർന്ന പുഷ്പങ്ങളാണ്. അതുകൊണ്ട് ആ പൂക്കൾക്ക് സൗഗന്ധിക പുഷ്പങ്ങൾ എന്നാണ് പേര്. അതിൻ്റെ തീരത്തുകൂടി നടന്ന് മുകളിലേക്ക് കയറിയാൽ അവിടെ അളകാപുരി എന്ന വലിയ ഒരു നഗരമുണ്ട്. ആ നഗരത്തിൽ നിനക്ക് യക്ഷന്മാരുമായിട്ട് ചെന്ന് താമസിക്കാം. അങ്ങനെ ചെന്ന് അവിടെ താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ യക്ഷൻ്റെ കൊട്ടാരം കാവൽക്കാരനാണ്, അല്ല കുബേരൻ്റെ കൊട്ടാരം കാവൽക്കാരനാണ്. കുബേരൻ വളരെ വിരൂപനായിരുന്നു. ഒരു കണ്ണേ ഉള്ളൂ അദ്ദേഹത്തിന്. ഒരു കണ്ണിൻ്റെ സ്ഥാനത്ത് ഒരു മഞ്ഞ പുള്ളി മാത്രമാണ് കുബേരന്. അതുകൊണ്ട് അതാണ് കുബേരൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. പിന്നെ ശരീരത്തിൻ്റെ ആകൃതിയും ഭംഗിയുള്ളതായിരുന്നില്ല. അതാണ് കുൽസിതമായ ബേരമുള്ളവൻ, ബേരം ശരീരം. അപ്പം അങ്ങനെ കാഴ്ചയിൽ കാണുന്ന ആളുകൾക്ക് ഒന്നുകൂടി കണ്ടെങ്കിൽ തിരക്കേടില്ലായിരുന്നു എന്ന് തോന്നുകയില്ല. കണ്ടത് തന്നെ മോശമായി പോയല്ലോ ഈ പേക്കോലം എന്ന് തോന്നത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് വലിയ ധനികന്മാരെ സംബന്ധിച്ച് വലിയ ധനികന്മാർ വിരൂപന്മാരായിരിക്കും എന്നൊരു ധാരണയുണ്ട് നാട്ടിൻ പുറത്ത്. അതിങ്ങനെ വന്നതാണ്, ഈ കുബേരനെ ആസ്പദമാക്കി വന്നിട്ടുള്ളതാണ്. ധാരാളം അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആളാണ് കുബേരൻ ജീവിതത്തിൽ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഈ രാവണനോട് അദ്ദേഹത്തിന് വലിയ വാത്സല്യമായിരുന്നു. തൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു അനിയൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം എപ്പോഴും രാവണനെ കണ്ടിരുന്നത്. രാവണനാകട്ടെ വർഗശത്രു എന്നുള്ള നിലയിലാണ് കുബേരനെ കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവണനെ എതിർക്കണ്ട എന്ന് അദ്ദേഹത്തിനും ഉള്ളിലുണ്ടായിരുന്നു. എതിർത്താൽ എങ്ങനെ വരുമെന്നുള്ളത് എതിർത്താലേ അറിയാനൊക്കെ ഉള്ളൂ. കുബേരനും അസാധാരണമായ ബലമുള്ളവനും, പിന്നെ ഈ യക്ഷന്മാരാണ് അദ്ദേഹത്തിൻ്റെ പടയാളികൾ. അവന്മാരിങ്ങനെ പറന്ന് നടന്ന് യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് രാവണൻ്റെ രാക്ഷസന്മാർ ഇദ്ദേഹത്തിൻ്റെ ഈ പറക്കുന്ന യക്ഷന്മാരോട് യുദ്ധം ചെയ്ത് ജയിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഗതിയാണ്. എങ്കിലും അനിയനായതുകൊണ്ടും ബ്രഹ്മാവ് ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങോട്ട് പോയി. അങ്ങനെ പോയതാണ്.
ഈ കാശ്മീരം എന്ന് പറയുന്നത് പോലെ കാശ്മീരം കായും മീരവും എന്നാണ്. പിന്നെ വെള്ളവും കല്ലുകളുമുള്ള സ്ഥലം, അങ്ങനെയാണ് അതിന് കാശ്മീരം. പിന്നെ കാശ്മീർ എന്ന് ഇംഗ്ലീഷുകാരനുസരിച്ച് ആ പേര് വൃത്തികേടാക്കിയതിൻ്റെയും യഥാർത്ഥത്തിലുള്ള അർത്ഥം ധാരാളം വെള്ളം എന്ന് വെച്ചാൽ നദികൾ, ധാരാളം ചെറിയ ചെറിയ നദികളും ധാരാളം ഭംഗിയുള്ള കല്ലുകളും ചേർന്ന് മിശ്രിതമായി കിടക്കുന്ന സ്ഥലം എന്നുള്ള നിലയിലാണ് കാശ്മീരം എന്ന് പേര് വന്നത് എന്ന് കൽഹണൻ്റെ രാജതരംഗിണി അങ്ങനെ ഒരു കൃതിയുണ്ട്. അത് ചരിത്ര കൃതിയും കൂടിയാണ്. കൽഹണൻ്റെ രാജതരംഗിണിയിൽ പരാമർശമുണ്ട്. വേറെയും ആ വാക്കിന് അർത്ഥം പറയാറുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ പുഴുവിൻ്റെ ജീവിതത്തിലേക്ക് വരാം. പുഴു ജീവിതം. അപ്പോൾ അദ്ദേഹം വ്യാസനോട് പറഞ്ഞു, ശ്രീമാൻ പുഴു വ്യാസനോട് പറഞ്ഞു, അമ്മയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അമ്മ അവസാന കാലത്ത് എന്നെ 2 കൈയും പൊക്കി അനുഗ്രഹിച്ചിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, വന്ന അതിഥികളെയും വലിയ മുനിമാരെയൊക്കെ പൂജിക്കേണ്ടതായിരുന്നു, വിളിച്ചുകൊണ്ടൊന്ന് പൂജിക്കേണ്ടതായിരുന്നു, ദുഃഖിതന്മാരായി വരുന്നവരെ സഹായിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇപ്പം തോന്നുന്നുണ്ടെങ്കിലും അന്ന് തീരെ തോന്നിയിരുന്നില്ല. എന്തോ കാരണവശാൽ അമ്മയ്ക്ക് വേണ്ടി മുടക്കുന്ന പണം വെറുതെ മുടക്കുന്നതാണ് എന്നെനിക്ക് തോന്നിയിരുന്നില്ലാത്തത് കൊണ്ട് എനിക്ക് പൂർവ്വജന്മസ്മരണ ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരുമെന്ന് അന്തിമ കാലത്ത് എന്നെ സന്ദർശിച്ച ഒരു മുനി എന്നോട് പറയുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു.